അതെ, ഇന്നും ഹോസ്പിറ്റലിലേക്ക് പോയാണ്. ഇന്ന് ഹോസ്പിറ്റലിൽ പോകേണ്ടി വന്നു. നമ്മളപ്പോ ഹോസ്പിറ്റലിൽ എത്തിയിട്ടാ. ഡോക്ടർക്ക് എന്താണോ തോന്നുന്നത് അതുപോലെ ഇരിക്കുമല്ലോ. എന്തായാലും ഇപ്പം നിലവിൽ കുഴപ്പമൊന്നുമില്ല. കണ്ടു കഴിഞ്ഞപ്പോൾ വന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. ഹലോ, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ. അപ്പോൾ ഇന്നും ഹോസ്പിറ്റലിലേക്ക് പോയാണ്. ഇന്ന് ഹോസ്പിറ്റലിൽ പോകേണ്ടി വന്നു. അപ്പോൾ നേരെ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ എടുക്കാൻ പറ്റില്ല വീഡിയോ ഒന്നും. അപ്പോൾ നേരെ സുധര വീട്ടിലുള്ള ശ്രുതി അപ്പോൾ അങ്ങോട്ടേക്ക് പോയിന്. അങ്ങോട്ടേക്ക് പോയിട്ട് അവിടെ നിന്ന് ഹോസ്പിറ്റലിലേക്ക് പോകണം. ചെല്ലാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും സന്തോഷമായിട്ടിരിക്കുന്നു പ്രതീക്ഷിക്കുന്നു. നമ്മൾ സന്തോഷമായിട്ടിരിക്കുന്നു. അപ്പോൾ ഇനി അധികം നാളുകളില്ല. ഇനി 1-2 മാസം കൂടി ഉള്ളൂ. അപ്പോൾ എല്ലാവരും പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ ഇനിയും വേണം. എപ്പോഴും പറയണ പോലെ തന്നെ എല്ലാവരും കൂടെ ഉണ്ടാവും എന്നറിയാം. എന്നാലും ജസ്റ്റ് ഇടയ്ക്കിടയ്ക്ക് പറയണമെന്നുള്ളൂ. അപ്പോൾ അവിടെ ചെല്ലാം. അവിടെ നിന്ന് എടുത്ത് നേരെ പോവാം. ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് പോകണ വഴിക്ക് കാണാം. റോഡ് സൈഡിലാണ് നിൽക്കണം. അവിടെ നോക്കിയത് റോഡിൽ ഒതുക്കി വെച്ചേക്കാൻ വേണ്ടി. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. നേരെ അവിടെ പോയിട്ട് ബാക്കി വിശേഷങ്ങളിലേക്ക് കിടക്കാം. പോവാം. റെഡിയായിട്ട് വരുന്നുണ്ട്. അതെ, നമ്മളിന്ന് ഹോസ്പിറ്റലിൽ പോകുന്നു. ആണേ, അറിഞ്ഞില്ല. നമ്മളപ്പോ ഹോസ്പിറ്റലിൽ എത്തിയേട്ടാ. ഹോസ്പിറ്റലിലെത്തി വണ്ടി ഇട്ടു. അവരിറക്കിയിട്ട് വണ്ടി ഇടാൻ പോയി. തിരിച്ച് നടക്കുന്നു. താഴെ തന്നെയാണ്. ഇപ്പം അവിടെ ഇറക്കി. ഇപ്പം ഇന്ന് വേഗം കഴിയും. പടപടാന്ന് കഴിയേണ്ടതാണെന്ന്. സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് ചെക്കപ്പ് മാത്രമേ ഉള്ളൂ. സ്കാനിങ് കാര്യങ്ങളൊന്നും ഇല്ല. നമുക്ക് നോക്കാം. ലെറ്റ്സ് ഗോ ഗൈസ്. ഞങ്ങൾ പോകും. കുറച്ച് നേരം പോസ്റ്റാണെന്ന് കരുതിയല്ലേ. പറഞ്ഞ കുഴപ്പമില്ല, ഇവിടെ ആരും ഇല്ലെന്ന്. നമ്മളിവിടെ എത്തിക്കഴിഞ്ഞപ്പോഴേക്കും പറഞ്ഞ് 45 മിനിറ്റ് വെയിറ്റിംഗ് ഉണ്ട്. ഡോക്ടർ കേസിന് പോയിക്കാണെന്ന് പറഞ്ഞു. പക്ഷേ ഡോക്ടർ ഇപ്പം എത്തി. അപ്പോൾ ആൾക്കാർ കുറേ ഓടുന്നുണ്ട്. മറ്റേ തെച്ചിക്കോട്ടെ ഞാൻ നിനക്ക് ഒരു കുറേ പോകില്ല. അതിൽ ആൾക്കാർ ഓടുന്നുണ്ടായിരുന്നു. കുറേ ഞങ്ങൾ ഓടട്ടെ. നമ്മളെ കണ്ട് വിളിക്കും. അപ്പം അങ്ങോട്ട് നീങ്ങിയിരിക്കാമെന്ന് ഓർത്തിട്ടാണ്. ഇന്ന് തിരക്ക് കുറവാണ് പൊതുവെ. ഇന്ന് വേറെ ഞങ്ങൾക്ക് ചെക്കപ്പ് കാര്യങ്ങളൊന്നും ഇല്ല അല്ലേ. ഇതുവരെ ഇല്ലെന്ന് വിചാരിക്കുന്നു. അവിടെ ചെല്ലുമ്പോൾ സർപ്രൈസ് തരുമെന്ന് അറിഞ്ഞൂടാ. അതെ, ഡോക്ടർക്ക് എന്താണോ തോന്നുന്നത് അതുപോലെ ഇരിക്കുമല്ലോ. എന്തായാലും ഇപ്പം നിലവിൽ കുഴപ്പമൊന്നുമില്ല. കണ്ടു കഴിഞ്ഞപ്പോൾ വന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. ഞങ്ങൾ വേഗം കണ്ട് പോകുന്ന രീതിയായിരുന്നു. അത് പാളി. എന്നാലും ഡോക്ടർ 45 മിനിറ്റ് ഇരുത്തിയില്ല. വന്ന് വേഗം നമ്മൾ വന്നറിഞ്ഞിട്ടുണ്ടാവും ചിലപ്പോൾ. പോയല്ലോ. അപ്പോൾ എന്തായാലും കണ്ടിട്ടായിരുന്നു. ഡോക്ടർ പോയി കണ്ടിട്ട് വരാം. ബാക്കി വിശേഷം പറയാം. ഹലോ. അപ്പൊ ഹോസ്പിറ്റലിൽ നിന്നൊക്കെ വന്നിട്ട് പിന്നെ വീഡിയോസും കാര്യങ്ങളൊന്നും എടുക്കാൻ പറ്റില്ല അല്ലേ. തിരക്കായി പോയി കുറച്ച്. എല്ലാം നമ്മള് പറഞ്ഞൊന്നും എടുത്തില്ല. ഇത്തിരി സൗണ്ടിന്റെ പ്രശ്നം. അതെ, ഇത്തിരി സൗണ്ടൊക്കെ ഇത്തിരി പോയിരിക്കുകയാണ്. തൊണ്ടവേദന അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ, ചുമയൊക്കെ ഒന്നേക്ക് ഇരുന്ന്. പിന്നെ പറയാനുള്ളത് വെച്ചാൽ നമ്മൾ പോയത് വീട്ടിൽ നിന്നാണ് പോയത്. പക്ഷേ വീട്ടിൽ വന്നതിന് ശേഷം നേരം കടക്കര എത്തി. കടക്കരയൊന്നും പോകാറായി അല്ലേ. അത് 2 ദിവസം കഴിഞ്ഞ്. അതെ, 2 ദിവസം അവിടെ നേരെ ഒരു ദിവസം കഴിഞ്ഞപ്പോൾ ഇങ്ങോട്ടേക്ക് പോകുന്നു. പിന്നെ വീഡിയോ എടുക്കല് കുറച്ച് വേറെ വീഡിയോസിലേക്ക് ആയിപ്പോയി അല്ലേ. അതൊക്കെ കണ്ടിട്ടുണ്ടാവുമല്ലോ എല്ലാവരും വീഡിയോസ് ഒക്കെ. അപ്പൊ ഇന്നാണ് നമ്മളിപ്പോ അതിന്റെ മൈൻഡപ്പ് എടുത്തില്ലല്ലോ എന്ന് ആലോചിച്ചത്. അന്നേരത്തെ ഡോക്ടറെ കണ്ടു കഴിഞ്ഞപ്പോൾ വേറെ കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞ് ഹാപ്പി ആയിട്ടിരിക്കണ്. അതെ, ഇനിയിപ്പോൾ ഹാപ്പി ആയിട്ടിരിക്കണ. ഇനിയിപ്പോൾ ഇടക്കിടക്കൊക്കെ പോകേണ്ടി വരുമല്ലോ ഹോസ്പിറ്റലിൽ. ഇടക്കിടക്ക് പോകേണ്ടി വരും. ഇനിയിപ്പോൾ അവസാന നിമിഷമൊക്കെ എത്തുമ്പോൾ ഒരു കോടി ലക്ഷത്തി ചൂടാണ്. അപ്പൊ ഒന്നരാടം അല്ല, ഒരാഴ്ചക്ക് എത്തിയപ്പോൾ ഈ ആഴ്ച തന്നെ പോകണം. ഇപ്പൊ ഇത് വീണ് കഴിഞ്ഞാൽ അടുത്ത 2 ദിവസം കഴിയുമ്പോൾ തന്നെ ഹോസ്പിറ്റലിൽ പോകാനായി നമുക്ക്. അപ്പം ഇപ്പൊ വരെയും വേറെ ഒന്നും നമ്മളോട് പറഞ്ഞിട്ടില്ല. എല്ലാം ഓക്കെ ആയിട്ടൊക്കെ പോണ്. പിന്നെ ഇനി അങ്ങോട്ടായിരിക്കുമല്ല നമുക്ക് എന്നാണ് കറക്റ്റ് ഇതൊന്നും എല്ലാം പറയണതൊക്കെ. അപ്പോൾ ഇപ്പം നമുക്കിപ്പോൾ ഒരു 33-34 ആഴ്ചയാവും അടുത്ത ദിവസം വരുമ്പോഴേക്കും. അപ്പം അങ്ങനെ നമ്മളപ്പോൾ ഇങ്ങനെ പോണ്. ഇങ്ങനെ ദിവസങ്ങൾ എണ്ണി പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞാനിപ്പോ എന്തെങ്കിലും ഒന്ന് അവിടെ വേന ഇവിടെ വേനാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാരും ഇങ്ങനെ കണ്ടിട്ട് മറ്റേ റീലൊക്കെ കാണുന്നത് സത്യം തോന്നുന്നു. ബാഗ് പാക്ക് ചെയ്തിറങ്ങണം. നമ്മുടെ പാക്കിങ് കഴിഞ്ഞിട്ടില്ല കേട്ടോ. അപ്പം അതുപോലെയാണ് എല്ലാരും റെഡി ആയിട്ട് നിക്കണത്. എപ്പോഴാണ് ഇനി എന്താണെന്ന് നോക്കിക്കൊണ്ട് അങ്ങനെയാണ് നിക്കണത് ഇപ്പം. അതെ, ഞാൻ പറഞ്ഞിട്ട് കേട്ടിരിക്കുന്നു. അപ്പൊ ഇനി അധികം ദിവസങ്ങളില്ല. അപ്പൊ ഇതേപോലെ തന്നെ എപ്പോഴും നമ്മൾ പറയുന്ന പോലെ തന്നെ നിങ്ങളുടെ പ്രാർത്ഥന കാര്യങ്ങൾ എപ്പോഴും നമ്മുടെ കൂടെ ഉണ്ടെന്ന് അറിയാം. അതെ, ഇനിയാണ് നല്ല രീതിക്ക് വേണ്ടത് അല്ലേ. അതെ, രണ്ടുപേരും ഓക്കെ ആയിട്ടിരിക്കാൻ പ്രാർത്ഥിക്കാം. അപ്പോ അതെ, ഇപ്പൊ കുറച്ച് ദിവസം ഇപ്പൊ ഇത്ര നാളത്തെ ചുമയും പനിയും ഇങ്ങനെ പനിയൊന്നുമില്ല. ചുമയും സൗണ്ട് പോലെ എല്ലായിടത്തും ക്ലൈമറ്റിന്റെ ഇത് ഭയങ്കര പ്രശ്നമാണല്ലോ. പിന്നെ നമ്മൾ ആണെങ്കിലും എനിക്കിപ്പോൾ ഒരുപാട് ഇങ്ങനെ മാസ്ക് വെച്ച് നടക്കാനൊന്നും പറ്റണില്ല. അത് കുറേ ഇങ്ങനെ നമുക്കിങ്ങനെ ശ്വാസം മുട്ടണ പോലെയും അങ്ങനെയൊക്കെ വരും.
പക്ഷെ നമ്മൾ പോകലെങ്കിലും കുറവാണ്. നമ്മളുടെ വീട്ടിലൊക്കെ തന്നെയൊക്കെ പോകണുള്ളൂ, എങ്ങും പുറത്തേക്കൊന്നും പോകണില്ല. പക്ഷെ എന്നാലും ക്ലൈമറ്റിൻ്റെ ഒരു ഇത് ഉണ്ടാവുമല്ല. പിന്നെ ഇഞ്ചക്ഷനൊക്കെ എടുത്തേക്കണോണ്ടാണ് തോന്നുന്നത് ഇങ്ങനെ ചെറുതായിട്ടൊക്കെ പോണത്. അതെ, പിന്നെ കഴിഞ്ഞ ദിവസം ഒരു ഷൂട്ടിന്റെ ഭാഗമായിട്ട് ഒരു സ്ഥലത്ത് പോയിട്ട് വന്നിട്ട് പിറ്റേ ദിവസം മുതൽ അവശിതയായിരുന്നു. അപ്പൊ നമുക്ക് അതങ്ങനെ ഒഴിവാക്കാൻ പറ്റാത്ത നമ്മൾ നേരത്തെ കമ്മിറ്റ് ചെയ്ത് അങ്ങനത്തെ വർക്ക് ആയതുകൊണ്ട് അതെല്ലാവർക്കും ഉപകാരപ്പെടുന്ന ഒരു സംഭവമാണത്. എല്ലാവർക്കും ഉപകാരപ്പെടും. അതിന്റെ എല്ലാത്തിന്റെ എഡിറ്റിങ് പെൻഡിങ് ആണ്. എന്റെ സൗണ്ട് ഒന്ന് ശരിയായിട്ടാണ് എനിക്ക് എഡിറ്റ് ചെയ്യാനായിട്ടൊക്കെ. അപ്പൊ അതൊക്കെ വീഴുമ്പോ എല്ലാരും കാണാറുണ്ട്. അതെ, അപ്പൊ ഇന്നിപ്പോ ഇവിടുന്ന് പോയ ആള് അമ്മയ്ക്ക് ഇന്നലെ ഉണ്ടായിരുന്നു. ഇന്നലെ അമ്മയ്ക്ക് ലീവ് എടുത്തിരിക്കുകയായിരുന്നു. ഞാൻ അമ്മ നോക്കാൻ വേണ്ടി 2 ദിവസമൊക്കെ ഇങ്ങനെ നടക്കുകയായിരുന്നല്ലേ. ഇവിടുന്ന് പോയി കഴിഞ്ഞാൽ പ്രശ്നം എന്ന് വെച്ചാല് വീട് തീർന്നു, ഞാൻ അമ്മയെ മാത്രമേ ഇങ്ങനെ ഇരിക്കും. അതാണ് ഏറ്റവും വലിയ ബുദ്ധിമുട്ട്. എനിക്കെന്ത് ഡിമാൻഡാണെന്ന് പറയുന്നത്, അവിടെ ഡിമാൻഡ് ഇവിടെ ഡിമാൻഡ്, അവിടെയും ഞാൻ മാത്രമല്ല ഇവിടെയും ഞാൻ മാത്രമല്ല എന്നൊക്കെ പറഞ്ഞോണ്ടിരിക്കണായിരുന്നു. കുറച്ചാലും ഡിമാൻഡൊക്കെ മാറും. അതെ, ഡിമാൻഡ് ഒന്നും അങ്ങനെ മാറില്ല. അപ്പൊ സംഭവം എന്ന് വെച്ചാൽ അവിടെ രണ്ടുപേരും അവിടെ വേറെ രണ്ടുപേരും വെയിറ്റ് ചെയ്തിരിക്കുന്നു. അപ്പൊ ഇന്നിപ്പോ പോയി കഴിയുമ്പോ ഇവിടെ രണ്ടുപേരും ഇവിടെ വിമുഖതയായിട്ടിരിക്കും. അതാണ് സത്യാവസ്ഥ. പിന്നെന്ന് വെച്ചാൽ നമ്മുടെ ഒരു ഭാഗ്യം എന്ന് പറയുന്നത് സത്യമായിട്ട് ഇങ്ങനെ അടുത്തുള്ള ഒരു ഇതും കൊണ്ടാണ് കേട്ടോ. ഇപ്പൊ തന്നെ തോന്നിയാണ് അങ്ങോട്ട് പോവാ, അല്ലെങ്കിൽ അവിടെ നിന്ന് ഇങ്ങോട്ട് വരാനൊക്കെ തോന്നുകയാണെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വരാം. സത്യം 15 മിനിറ്റത്തെ കാര്യമുള്ളൂ. അതാണ്. അതെ, ഇപ്പൊ നമുക്ക് പെട്ടെന്ന് രാത്രിയാണ് തോന്നണത്, അന്നാ വെറുതെ പോയിട്ട് വരാം. ഇവിടെ ഇവർ രണ്ടുപേരും ഒറ്റയ്ക്ക് ഇരിക്കുമ്പോ അങ്ങനെയാണ് വന്നത്. പെട്ടെന്ന് നമ്മളെപ്പോഴും വീഡിയോ എടുക്കാറില്ല വന്നതും കാര്യങ്ങളും. അതൊന്നും കാണിക്കല്ല. അതിന്റെ ഇടയ്ക്ക് 150 പ്രാവശ്യം പോകുമാർ വേണ്ട, ഒരു ദിവസം 5 പ്രാവശ്യം അങ്ങോട്ട് പോകും. ഇന്ന് രാത്രി തന്നെ വരും. അതെ, അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്ക് അറിയാൻ പറ്റും, നമ്മളെ അടുത്തുള്ള ആൾക്കാർക്ക് അറിയാൻ പറ്റും എന്തൊരു ലോങ് ദൂരമൊക്കെ ഉണ്ടെന്ന്. ഈ പെരുമ്പടന്ന് കവിതയുടെ അവിടെ നമ്മുടെ ഇരിക്കുന്നത് തമ്മിൽ. അതുകൊണ്ട് പിന്നെ ഇപ്പൊ എനിക്കാണെങ്കിലും പെട്ടെന്ന് ഇപ്പൊ എന്തെങ്കിലും വരണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും വരാം. നമുക്ക് അങ്ങനെ ലോങ് ആണ് എന്നുള്ളൊരു ബുദ്ധിമുട്ട്. സത്യമായിട്ടത് നമുക്ക് എല്ലാവരുടെയും കാര്യം ആലോചിക്കുമ്പോൾ ഇതാണ് ഏറ്റവും ഭാഗ്യമായിട്ട് തോന്നണത്. കാര്യം ഇപ്പോൾ വീട്ടിൽ അമ്മക്ക് അച്ഛനാണെങ്കിലും രാത്രിയാകുമ്പോൾ ഒന്ന് ഓടി വരാം, അങ്ങനെ അവർക്കും വന്നു പോവുക, ഇവിടെ നിന്നും വന്നു പോവുക. അതൊരു ഭയങ്കര ഒരു അപ്പൊ ഞാനിപ്പോ ഇങ്ങനെ ഇടക്കിടക്ക് ആലോചിക്കും ലോങ് ഡിസ്റ്റൻസ് ഉള്ളവരുടെയൊക്കെ കാര്യം. നമുക്ക് പോയി കഴിഞ്ഞാൽ പിന്നെ പെട്ടെന്ന് വരാൻ പറ്റില്ല. പിന്നെ ഇങ്ങനെയൊക്കെ ഇരിക്കുമ്പോൾ പെട്ടെന്ന് ഓടി ചടി വരാൻ പറ്റൂലല്ലോ. അതെ, അപ്പൊ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. അപ്പൊ നമുക്ക് നേരെ സാധനം കാണിച്ചാൽ അപ്പൊ നേരെ അകത്തേക്ക് നോക്കി. ഇപ്പൊ അങ്ങോട്ട് പോകുമ്പോഴും ഇതെടുത്തോണ്ട് പോകണം, ഇങ്ങോട്ട് വരുമ്പോഴും അതെടുത്തോണ്ട് വരണം. അതാണ് ഏറ്റവും വലിയ പാട് അല്ലേ. ഇതൊരു ചടങ്ങായിരിക്കും. ഇതില്ലാണ്ട് ഞാൻ ഇങ്ങോട്ടും ഇല്ല. ഇതുണ്ടെങ്കിൽ സുഖമായിട്ട് കിടന്ന് ഉറങ്ങാം. പക്ഷെ രസമുണ്ട്, അത് ചരിഞ്ഞ് കിടക്കാൻ രസമാണ്. അത് ഒരു കൈ മേത്ത് വെച്ചിട്ടുണ്ട്. പോണണ്ടാ നോക്കിക്കണ ഇടക്കല്. അപ്പൊ സംഭവം എന്ന് വെച്ചാൽ ഇവിടെ കുറച്ച് സാധനങ്ങളൊക്കെ ഇരിക്കുന്നുണ്ട്. അപ്പൊ അതിന്റെയൊക്കെ സംഭവങ്ങളൊക്കെ നമുക്ക് വഴിയെ കാണിക്കാം അല്ലേ. അതെ, ഇനി ഇതൊക്കെ നമ്മൾ വേഗം വീഡിയോ ഒക്കെ എടുത്ത് നമ്മുടെ ഹോസ്പിറ്റൽ ബാഗ് പ്രിപ്പയർ ചെയ്യുന്ന വീഡിയോ ഒക്കെ ഇരിക്കും അടുത്ത ദിവസങ്ങളിലൊക്കെ വരുന്നത്. അങ്ങനെയൊക്കെ വിചാരിക്കണം വേഗം എല്ലാക്കണമെന്നുള്ളത്. അപ്പൊ എന്താണ് സംഭവം കാര്യങ്ങളൊക്കെ കുറച്ചുണ്ട്, അതിപ്പോ നിങ്ങൾക്ക് കാണിച്ചു തന്നില്ല. അത് വഴിയെ ചെയ്യുന്ന സമയത്ത് നമ്മൾ വീഡിയോയിൽ ജസ്റ്റ് കാണിക്കാം. പിന്നെ അല്ലാണ്ട് നമ്മൾ റീൽസ് ആയിട്ടൊക്കെ പോസ്റ്റ് ചെയ്യും. അതെ, അപ്പൊ നമുക്ക് പോവാൻ നോക്കിയാലോ. അങ്ങനെ ഞാൻ എല്ലാം എടുത്തു വെച്ച് നിൽക്കുന്നു. അപ്പൊ ചീപ്പിലൊക്കെ എടുത്തോ, കെട്ടിപ്പിടിച്ചിരുന്നോ. ഇനി വേറെ ഒന്നുമില്ലെങ്കിലും കുഴപ്പമില്ല, ബാക്കി എന്ത് വേണമെങ്കിലും എടുപ്പിക്കാം. എനിക്ക് എടുക്കണമെങ്കിൽ സാധനം വേണം. അതെ, അപ്പൊ നമുക്ക് പോയാലോ. അപ്പൊ നോക്കി തിരിച്ച് നമ്മുടെ വീട്ടിലെത്തിയട്ടാ. വീട്ടിലെത്തിയപ്പോൾ അമ്മയൊന്നുമില്ല, അച്ഛൻ ജോലിക്ക് അമ്മയും ജോലിക്ക്. അച്ഛനും അമ്മയും മാത്രം അല്ലേ. അച്ഛനും അമ്മയും ഇപ്പൊ മുടി വെട്ടാൻ ആള് വരും, അതിന്റെ പൈസ അതിന്റെ പറക്കൊക്കെ ഇല്ലായിരുന്നു. അങ്ങനെയൊക്കെ അമ്മ ഇപ്പൊ പോയുള്ളൂ എന്ന് പറയുന്നുണ്ട്. വഴിയിൽ കണ്ടില്ല. അമ്മ അച്ഛമ്മ പറയണ്ട, അമ്മ പോയുള്ളൂ. ചിലപ്പോ ഇപ്പഴത്തേക്കായിരിക്കും പോയിരുന്നു. അതെ, ഇനി ഇവിടുത്തെ വിശേഷങ്ങളായിരിക്കും കുറച്ച് ദിവസമൊക്കെ കാണുന്നത് അല്ലേ. അതെ, ഇനി ഇവിടത്തെയും അവിടത്തെയും വിശേഷങ്ങളൊക്കെ കൊച്ചിയുടെ ഇഷ്ടപ്പെടാൻ പ്രതീക്ഷിക്കുന്നു. വലിച്ചിട്ട് കൊണ്ടുള്ള അടുത്തൊരു വീഡിയോ കാണുന്നവരെ ബൈ.